Hi guys, welcome back to my channel. ഇന്ന് ഞാൻ ടിൻഡൂസ് ലൈഫിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ ഭംഗിയായി കണ്ണെഴുതാം എന്നുള്ളതാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ആക്ച്വലി ടിൻഡൂസ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ഫാഷൻ ചാനൽ ഒന്നും അല്ല. പക്ഷേ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ടിൻഡൂസ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് എവർ കംസ് അക്രോസ് മൈ ലൈഫ് അതെല്ലാം ഈ ചാനലിലുണ്ടാവും. അപ്പം നമ്മൾക്ക് ബ്യൂട്ടി ആൻഡ് ഫാഷൻ ഓൾസോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. അപ്പം അതുകൊണ്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഭംഗിയായിട്ട് കണ്ണെഴുതാം എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നോർമലി നമുക്കൊരു കാജൽ സ്റ്റിക്ക് വേണം, അതേപോലെ തന്നെ ഒരു ലിക്വിഡ് ഐലൈനർ വേണം, പിന്നെ നമുക്ക് മസ്കാര വേണം, പിന്നെ നമുക്ക് ഐ ഷാഡോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കണ്ണൊന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന കാജൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാക്മി ഐക്കോണിക്കിൻ്റെ കാജൽ സ്റ്റിക്കാണ്. അതുപയോഗിച്ച് നമുക്ക് ഈ വാട്ടർ ലൈൻ എല്ലാം നല്ലപോലെ ഒന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലാക്മയുടെ ഐക്കോണിക്കിൻ്റെ കാജൽ സ്റ്റിക്ക്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഞാനൊന്ന് കണ്ണെഴുതാം. നിങ്ങൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ നമുക്കൊന്ന് എഴുതിയാൽ മതി. അതേപോലെ തന്നെ അടുത്ത കണ്ണൊന്ന് എഴുതി കൊടുക്കാം. നമ്മളൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മുകളിലും ഒന്ന് എഴുതി കൊടുക്കാം. ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ചിലരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ മാത്രമേ എഴുതാറുള്ളൂ. അപ്പോൾ താഴെ മാത്രം എഴുതുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കണ്ണിനെ ശരിക്കും ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇത് തമ്മിൽ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇത് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ടുണ്ട് ഇതിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ ഈ കണ്ണ് ഒന്ന് എഴുതി കൊടുത്തു. ഇപ്പം തന്നെ നമ്മളുടെ കണ്ണ് ഒന്ന് ഡിഫൈൻ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിന് ഡാർക്ക്നെസ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം. ഞാനൊന്ന് ഡാർക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഡാർക്ക്നെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഞാൻ ഒരു ഐലൈനർ ക്രയോൺ പെൻസിൽ ഉണ്ട് എൻ്റെ കയ്യിൽ. ഒരു പഴയതാണ്, ഒരു A1 കളർ ട്രെൻഡിൻ്റെ ഒരു കളർ പെൻസിൽ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചും ഞാനൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കറുപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ആ കണ്ണിനുള്ള ഭംഗി കൂടി വരും. ഞാൻ അടിയിൽ ഇവിടെ കുറച്ചൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് തന്നെ ആദ്യം കണ്ടതും പിന്നെ അതുപോലെ കണ്ണെഴുതിയിട്ട് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതേപോലെ തന്നെ നമുക്ക് കണ്ണിന്റെ മുകളിലും ഒന്ന് ജസ്റ്റ് എഴുതി കൊടുക്കാം. ജസ്റ്റ് അതിനെ മുട്ടിച്ചിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അടുത്തായിട്ട് എൻ്റെ കയ്യിൽ ഒരു ലിക്വിഡ് ഐലൈനർ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ കുറച്ച് ലൈറ്റായിട്ടൊക്കെ എഴുതിയാൽ മതി.
നമ്മളിവിടെ ഒരു കണ്ണിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത കണ്ണും കൂടെ ഒന്ന് എഴുതി കൊടുക്കാം. വാലൊക്കെ നിങ്ങൾക്ക് എന്തോരം വേണം അതനുസരിച്ച് നമുക്ക് എഴുതി കൊടുക്കാം. എനിക്ക് വാലിട്ട് എഴുതുന്നത് കുറച്ച് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വാല് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലർക്ക് ഈ മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി വാല് കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം. അതേപോലെ തന്നെ ചിലർക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയാണ് അതനുസരിച്ച് നിങ്ങൾ അതൊന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ല വാലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നിട്ട് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഇപ്പം ചെറിയ കണ്ണൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വലിയ കണ്ണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതണ്ട, കാരണം അപ്പം നമ്മുടെ കണ്ണ് ഒന്നും കൂടെ ഭയങ്കര വലിയ ഉണ്ടക്കണ്ണായ പോലത്തെ ഒരു ഇഫക്റ്റ് ആയിരിക്കും വരിക. ഇത്രയും ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മസ്കാര അപ്ലൈ ചെയ്യാം. അപ്പം എൻ്റെ കയ്യിലുള്ള ഈവൻ്റെ തന്നെ ഒരു മസ്കാരയാണുള്ളത്. അപ്പോൾ ഈ മസ്കാര യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. നമ്മുടെ പീലികളൊക്കെ ഒന്ന് വിടർത്തി നല്ല ഭംഗിയാക്കി വെക്കാം. കണ്ണ് നല്ല ഒരു വിടർന്ന ഒരു ഇഫക്റ്റ് കിട്ടും നമുക്ക്. ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടുള്ള ഒരു ഗുണമാണത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും, കുറച്ചൊന്ന് നമ്മുടെ പീലിയൊക്കെ ഒന്ന് വിടർന്ന് വിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാജൽ ഉപയോഗിച്ച് നമ്മുടെ വാട്ടർ ലൈനൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതി. അതേപോലെ തന്നെ നമ്മൾ ലിക്വിഡ് ഐലൈനർ ഉപയോഗിച്ച് നമ്മൾ മുകളിലും എഴുതി. പിന്നെ നമ്മൾ മസ്കാര ഉപയോഗിച്ച് നമ്മളുടെ ഐലാഷസ് ഒക്കെ ഒന്ന് നീറ്റാക്കി. ഇനി അടുത്ത് നമുക്ക് ഐ ഷാഡോ ഉണ്ട്. അപ്പോൾ ഐ ഷാഡോയിൽ ഞാൻ ഇപ്പം ജസ്റ്റ് ഒരുപാടൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇവിടെ ഞാനൊരു റെഡ് കളർ ഉണ്ട്. ഈ റെഡ് കളർ ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഇത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഐ മേക്കപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഐ മേക്കപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടിൻഡൂസ് ലൈഫിൽ എല്ലാത്തരം വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് എപ്പോഴും എനിക്കൊരു ബലം. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു.